വി.കെ. സനോജ് 2016 മുതൽ ഇടതുപക്ഷത്തിനൊപ്പമുള്ള മണ്ഡലമാണ് നിലമ്പൂർ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം നമുക്കറിയാം, തീർത്തും മാറിയ രാഷ്ട്രീയ സാഹചര്യമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഇടതു മുന്നണിക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. അതിലൊന്നിപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഭരണം, അതിപ്പോൾ രണ്ടാമത്തെ ഗവൺമെൻറ്റിൻ്റെ 4 വർഷം പൂർത്തിയായി. ആ 4 വർഷം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിക്കുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 900 കാര്യങ്ങൾ ചെയ്യും, 900 കാര്യങ്ങളുടെ ഒരു പ്രകടന പത്രികയായിരുന്നു 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ അവതരിപ്പിച്ചത്. അപ്പോൾ ആ അവതരിപ്പിച്ച ഘട്ടത്തിൽ അതിൻ്റെ കൃത്യമായ വിലയിരുത്തൽ നടത്തി, എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടത്തി, ഏതെല്ലാം കാര്യങ്ങളാണ് ഇനി നമുക്ക് മുന്നോട്ട് പോകേണ്ടത്, അതിൻ്റെ പുരോഗതി എന്താണ് എന്ന് അക്കമിട്ട് പറഞ്ഞുകൊണ്ട് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ പിണറായിയുടെ 1ാം ഗവൺമെൻറ്റിൻ്റെ കാലം മുതൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ ഇതുവരെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പല കള്ളികളിൽ നിന്ന് കാര്യങ്ങളെ വീക്ഷിച്ചിരുന്ന ആളുകൾ ഇത് ഒരു പുതിയ തുടക്കമാണല്ലോ, ഇതൊരു മാറ്റമാണല്ലോ, ഇത് കേരളത്തിലുണ്ടാക്കുന്ന ചലനം ചെറുതല്ലല്ലോ എന്ന ഒരു ചിന്തയിലേക്ക് പതുക്കെ കടന്നു വന്നിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ തന്നെ ചില നേതാക്കന്മാർ 3ാമതും ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ഇവിടെ ഉണ്ടാവും എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ അവർക്ക് പറയേണ്ടി വന്നത്. അത് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കാണ്, അവരുടെ അണികളിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്കാണ്. അതാണ് അവർ ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. അതുകൊണ്ട് അത്തരമൊരു ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഒരു ആശങ്കയോ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധിയോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൽ ഒരു ഘട്ടത്തിലും ഞങ്ങൾക്കില്ല. പിന്നെ അവിടെ അൻവർ എന്ന് പറയുന്ന നേരത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി മത്സരിച്ച ഒരാൾ, അയാളെന്തോ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്നാണ് കുറേ മാധ്യമങ്ങളെല്ലാം കൂട്ടുപിടിച്ചിട്ട് ചില വലതുപക്ഷ നേതാക്കന്മാർ ഇവിടെ അവതരിപ്പിക്കുന്നത്. അൻവറിൻ്റെ വരവെന്തായിരുന്നു? ഇപ്പം അൻവറിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പം അൻവറിന് കുറച്ച് ശ്വാസം വീണത് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോഴാണ്. കാരണം ഇനി വീണ്ടും അദ്ദേഹത്തിന് നേരത്തെ കിട്ടിയിരുന്ന ഒരു അറ്റൻഷൻ കിട്ടും. കുറച്ചു കാലമായിട്ട് അദ്ദേഹത്തിന് വലിയ പ്രാധാന്യമാണല്ലോ മാധ്യമങ്ങൾ കൊടുത്തത്. പറഞ്ഞ കാര്യങ്ങളൊന്നും വസ്തുതയില്ല, ഒന്നും തെളിയിക്കാൻ വിസിബിലിറ്റി കിട്ടുന്നത് തന്നെ പിണറായി വിജയനെതിരെ നിരന്തരം ഇങ്ങനെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. പിന്നീട് ഒരു ഘട്ടത്തിൽ അതിലേക്ക് മുഹമ്മദ് റിയാസ് എന്ന മന്ത്രി, അത് പിണറായി വിജയന്റെ മരുമകൻ എന്ന നിലയിൽ കൂടി അദ്ദേഹം ഏച്ചുകെട്ടാൻ ശ്രമിക്കുന്നു. ഇന്നും ഇപ്പോൾ ഇതാ നോക്കൂ, നാളെ വാർത്താ സമ്മേളനം വിളിച്ച് മുഹമ്മദ് റിയാസിനെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ ഒക്കെ എന്തൊക്കെയോ തെളിവുകളൊക്കെ പുറത്തുവിടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ അൻവർ തുടരുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും ആ അറ്റൻഷൻ വീണ്ടും അൻവറിലേക്ക് വരിക തന്നെ ചെയ്യും. അപ്പോൾ പിണറായിസം എന്നൊക്കെയുള്ള വാക്കുകളാണ് അൻവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇതിനോടകം തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതൊക്കെ ഒരു രാഷ്ട്രീയ ദുരന്തമാണ്. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു മാലിന്യമായിട്ട് അൻവർ മാറി. അൻവർ നേരത്തെ ഇതിനേക്കാൾ വലിയ ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, വാർത്താ ചാനലുകൾ മുഴുവൻ ഇങ്ങനെ അൻവറിൻ്റെ അടുക്കളയിൽ പെറ്റുകിടക്കുകയായിരുന്നല്ലോ. മാധ്യമപ്രവർത്തകർ നിലമ്പൂരിൽ താമസിച്ച് തമ്പടിച്ച് ഇതാ കേരളം അട്ടിമറിയുമെന്നൊക്കെ പറഞ്ഞു. ഒരു പാർട്ടി മെമ്പറെ അൻവറിൻ്റെ കൂടെ അണിനിരത്താൻ അൻവറിന് കഴിഞ്ഞിട്ടില്ല. ഒരു പാർട്ടി അനുഭാവി ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ അങ്ങോട്ട് എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അൻവറിന് വേണ്ടി സിന്ദാബാദ് വിളിച്ച കഴിഞ്ഞ 5 വർഷം പ്രവർത്തിച്ച ഒരാളെപ്പോലും അൻവറിന് കൂടെ കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അൻവറിന് ആദ്യത്തെ പൊതുയോഗത്തിൽ കുറച്ച് ആളെ കൂട്ടി. ആരൊക്കെ കൊടുത്തു? ജമാഅത്തെ ഇസ്ലാമിയും ലീഗും കോൺഗ്രസും സകല ഇടത് പിന്തിരിപ്പന്മാരെല്ലാം കൂടി ചേർന്നിട്ട് അൻവറിനെ പൊക്കി വിട്ടു. പക്ഷെ പിന്നീട് അൻവർ നടത്തിയ റാലിയുടെ അവസ്ഥ എന്താ? പിന്നീട് അൻവർ നടത്തിയ റാലിയിൽ ചില അൻവറിനെ പൊക്കിപ്പറഞ്ഞ് അതേ മാധ്യമങ്ങൾ തന്നെ മൈക്ക് കൊടുത്തിട്ട് റാലിയിൽ പങ്കെടുത്ത ആളോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ 500 രൂപയും ബിരിയാണിയും തന്നപ്പോൾ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ബിരിയാണി കൊടുത്തിട്ടും 500 രൂപ കൊടുത്തിട്ടും 1000 രൂപ കൊടുത്തിട്ടും കുറേ ആളുകളെ കൂലിക്ക് ഇറക്കേണ്ടി വന്നു അൻവറിന് സിന്ദാബാദ് വിളിച്ച് 10 ആളെ കിട്ടണമെങ്കിൽ. ഇതാണ് അൻവറിൻ്റെ അവസ്ഥ. പിന്നീട് അൻവർ പലരെയും കാണാൻ പോവുകയാണ്. രാഷ്ട്രീയ അഭയാർത്ഥിയായിട്ട് ഇങ്ങനെ തിരിഞ്ഞു കളിച്ച അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. UDF ആദ്യഘട്ടത്തിൽ വലിയ മടിയായിരുന്നു. നമുക്കറിയാലോ VD സതീശൻ എന്താണ് അയാളെക്കുറിച്ച് പറഞ്ഞത്. യഥാർത്ഥത്തിൽ UDF നേതാക്കന്മാർക്കോ കോൺഗ്രസ് നേതാക്കന്മാർക്കോ ഉള്ളിൻ്റെ ഉള്ളിൽ അയാളൊന്നും പരമപുച്ഛമല്ലാതെ ഒന്നുമില്ല. ഇന്നിപ്പോൾ അൻവർ കൂടെയുണ്ട് എന്നുള്ളത് വലിയ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നുണ്ട്. അപ്പോൾ അൻവറിന് അവിടെ എന്തോ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം ചില നേതാക്കൾക്കെങ്കിലും ഉണ്ട് എന്നൊരു വിലയിരുത്തലുണ്ടോ അതിൽ? അല്ല, UDF സംബന്ധിച്ചിടത്തോളം അവർക്കെന്താ ഇനി പ്രതീക്ഷയുള്ളത്? അവർക്ക് രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി കഴിയുന്നില്ല. വികസനത്തിന്റെ കാര്യങ്ങൾ മുൻനിർത്തിയിട്ട് എന്തെങ്കിലും ആരോപണം ഉന്നയിക്കാൻ കഴിയുന്നില്ല.
ഇനിയിപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം എന്താ അവസ്ഥ? അപ്പോൾ അങ്ങേയറ്റത്തെ ഗതികേടിലാണ് ആരുള്ളത്? പ്രതിപക്ഷമുള്ളത്. അപ്പോൾ പ്രതിപക്ഷം എത്രമാത്രം ഗതികെട്ട് നിൽക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് പ്രതിപക്ഷ നേതാവിന് ഇന്നത്തെ അൻവറിനെ കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ടുള്ള വർത്തമാനം. അതാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രതിപക്ഷം എവിടെ നിൽക്കുന്നു, എത്രമാത്രം ദുർബലമാണ്. കാരണം പ്രതിപക്ഷ പാർട്ടിയിലെ ആളുകൾക്ക് തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ പെർഫോമൻസിനോട് അങ്ങേയറ്റത്തെ പുച്ഛമാണ്. കഴിഞ്ഞ ദിവസം അയാൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞല്ലോ, ചില മാധ്യമങ്ങൾ ഗവൺമെൻറ്റിൽ നിന്നും സർക്കാരിൽ നിന്നും പണം വാങ്ങിയിട്ട് വാർത്ത കൊടുക്കുന്നു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ പിന്നെ എന്തെങ്കിലും പറയാൻ വേണ്ടി കഴിഞ്ഞു? ഇങ്ങനെ അപഹാസ്യനാവുകയാണ്. അപ്പം അതുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞ് വികസനം പറഞ്ഞ് ജനങ്ങളെ അണിനിരത്താൻ വേണ്ടി കഴിയാതെ വന്നപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ആളുകളെ കറക്ക് കമ്പനികളെ കൂട്ടുപിടിച്ചിട്ട് ഇലക്ഷനിൽ എന്തെങ്കിലും കുറച്ച് ഒച്ചപ്പാടുണ്ടാക്കുക എന്നല്ലാതെ അതൊന്നും ഏശാൻ വേണ്ടി പോകുന്നില്ല. അപ്പം അങ്ങേറ്റത്ത് ഗതികേടിലാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ പാർട്ടിയുമെല്ലാം ഉള്ളത് എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ശരി, അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചതിലേക്ക് ഞാൻ അതിൽ താങ്കൾ പറഞ്ഞു വരുന്ന ഘട്ടത്തിൽ ഒന്ന് ഇടപെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് വീണ്ടും ഫോക്കസ് കൊണ്ടുവരുന്നു. അപ്പോൾ നിങ്ങൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ മണ്ഡലത്തിലുടനീളവും അതിലൂടെ കേരളത്തോടും സംവദിക്കാൻ പോകുന്നത് കഴിഞ്ഞ 9 വർഷക്കാലത്തെ അല്ലെങ്കിൽ രണ്ടാം സർക്കാരിന്റെ 4 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ, അതിലൂടെ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ, വികസനങ്ങൾ, അത് ഏത് നിലയിലായിക്കോട്ടെ, അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ കേരളത്തിന്റെ മുന്നോട്ട് പോക്കിനെ, രാജ്യത്തിന് കേരളം എന്ന സംസ്ഥാനം ആത്മവിശ്വാസം നൽകുന്നതിലടക്കമുള്ള കാര്യങ്ങൾ, അതിലേക്കാണോ ഫോക്കസ് പൂർണ്ണമായി മാറുക? തീർച്ചയായിട്ടും കേരളത്തിൻ്റെ വികസനവും കേരളത്തിൻ്റെ നേട്ടങ്ങളും വലിയ രൂപത്തിൽ ചർച്ച ചെയ്യുകയല്ലേ. അത് ഞാൻ പറഞ്ഞത് ഇപ്പം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ മാത്രമല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. ഇപ്പം ശശി തരൂരിനെ പോലുള്ള ആളുകൾ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അപ്പം അദ്ദേഹമാണ് പറഞ്ഞത് കേരളം ലോകത്ത് ഏറ്റവും നല്ല സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമുള്ള നാടായിട്ട് മാറി എന്ന് കേരളത്തെക്കുറിച്ച് അഭിമാനത്തോട് പറയുക മാത്രമല്ല, അദ്ദേഹം ആധികാരികമായിട്ട് ലേഖനം തന്നെ എഴുതി. അപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ നേതൃനിരയിൽപ്പെട്ട ആളുകൾക്ക് പോലും ഈ കേരളത്തിൻ്റെ വളർച്ചയെ അവർക്ക് എന്തെങ്കിലും ഡാറ്റ വെച്ച് നിഷേധിക്കാൻ വേണ്ടി കഴിയുന്നില്ല. അതായത് നേരത്തെ പറഞ്ഞ പ്രോഗ്രസ് റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി ആയിക്കഴിഞ്ഞാലും പിന്നെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് എല്ലാ കാര്യങ്ങളും നേരിട്ട് തൊട്ട് കാണാൻ കഴിയുന്നുണ്ട്. അവർക്ക് നേരെ കൺമുന്നിൽ ഈ കാര്യങ്ങൾ കാണുകയല്ലേ. കേരളത്തിൻ്റെ റോഡുകളുടെ മാറ്റം കാണുന്നു, കേരളത്തിൻ്റെ ഹൈവേ വികസനം കാണുന്നു, ഹൈവേ വികസനം മുടങ്ങിയപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് എങ്ങനെയെല്ലാം ഇടപെട്ടു എന്ന് കാണുന്നു, സ്ഥലമേറ്റെടുക്കാൻ വേണ്ടിയിട്ട് പണമില്ലാതെ വന്നപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബി വഴി പണം സമാഹരിച്ചു കൊടുത്ത് കാണുന്നു, കേരളത്തിൻ്റെ സ്കൂളുകൾ മാറിയത് കാണുന്നു, 6 ലക്ഷം കുടുംബങ്ങൾക്ക് പുതിയ വീട് വെച്ചു കൊടുത്തത് കാണുന്നു, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ സമൂലമായ മാറ്റങ്ങൾ കാണുന്നു, സർവകലാശാല മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിൻ്റെ പുതിയ നേട്ടങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 യൂണിവേഴ്സിറ്റി എടുത്താൽ അതിൽ 20 എണ്ണം കേരളത്തിലുണ്ട്, 20 അതിൽ പ്രധാനപ്പെട്ട കോളേജുകൾ കേരളത്തിലുണ്ട് എന്നത് കേരളത്തിൽ സമീപകാലത്ത് വന്നിട്ടുള്ള വലിയ മാറ്റമല്ലേ. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. മലയോര ഹൈവേ യാഥാർത്ഥ്യമായിരിക്കുന്നു, തീരദേശ ഹൈവേ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു, ഫോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നു, സ്കൂൾ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ നേരത്തെ കൊടുക്കുന്നു. ഇപ്പം ഇതെല്ലാം നേരത്തെയുള്ള 5 വർഷക്കാലമായി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ 5 വർഷക്കാലവുമായിട്ട് ജനങ്ങൾ താരതമ്യപ്പെടുത്തുന്നുണ്ട്. ഉമ്മൻചാണ്ടി 5 വർഷം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പാഠപുസ്തകം കൊടുക്കാൻ കഴിയാത്ത കുട്ടികളെ അങ്ങേരുടെ തെരുവിലേക്ക് ഇറക്കിയിട്ടുള്ള അനുഭവങ്ങൾ, കേരളത്തിലെ സ്കൂളുകൾ ലാഭകരമല്ല എന്ന് പറഞ്ഞ് പൂട്ടാൻ വേണ്ടി തീരുമാനിച്ച അനുഭവങ്ങൾ, 10-12 മാസമായിട്ട് പെൻഷൻ കൊടുക്കാതെ തടഞ്ഞു വെച്ച അനുഭവങ്ങൾ, ലൈഫ് പദ്ധതി നേരത്തെ EMS ഭവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കകത്ത് മുന്നോട്ട് പോക്കില്ലാതെ അത് സ്തംഭിച്ച അവസ്ഥയുണ്ടായി. ഇങ്ങനെ എല്ലാ നിലയിലും കേരളം പിറകോട്ട് പോയ ഒരു കാഴ്ചയിൽ നിന്ന്, അനുഭവത്തിൽ നിന്ന് കേരളം ഇങ്ങനെ കുതിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഉറപ്പായിട്ടും പ്രതിഫലിക്കും, ഒരു തർക്കവുമില്ല. ശരി.